ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബുഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് നമ്മുടെ 10th പ്രിലിംസിനും അതേപോലെ തന്നെ LGSനും ഒക്കെ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആദ്യത്തെ കുറച്ച് വീഡിയോസിൽ മാത്രം ഞാൻ ക്വസ്റ്റ്യൻസിന്റെ സോഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് എന്താണ് ഇതെല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ സോഴ്സ് വെക്കാനാണെങ്കിൽ ഞാൻ വീഡിയോക്ക് ഒത്തിരി ലെങ്ത് ആയി പോകും. കാര്യം നമ്മൾ കഴിഞ്ഞ 10th ഇതാണ് നമ്മുടെ 10th പ്രിലിംസിന്റെ സിലബസ്. ഇതിൽ ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും 10 മാർക്കിനാണ് ഇന്ത്യൻ ജോഗ്രഫി 10th പ്രിലിംസിനുള്ളത്. അതേപോലെ തന്നെ ഇതാണ് LGSന്റെ സിലബസ്. LGSന് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്കുമാണ് നമുക്കുള്ളത്. അപ്പൊ ഈ ഇത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചാൽ മതി. അതായത് ഈ PYQs മാത്രം. ഈ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും എത്രത്തോളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടും ഒരേ ഏരിയയിൽ നിന്നും ചോദിക്കുന്നുണ്ടെന്ന് മനസ്സിലാകും. അപ്പൊ നമ്മുടെ 10th വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിനെ അവരെന്താക്കി മാറ്റിയിട്ടുണ്ട്? നയൻത്തിലെ ചാപ്റ്റർ ആയിട്ട് 9th ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ കംപ്ലീറ്റ് ആയിട്ട് 5 ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ ആ ഒരു ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്ത് ഇലാബറേറ്റ് ചെയ്ത് ഒത്തിരി കണ്ടന്റ് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നമുക്കത് അതിന് ഫാക്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തുന്നില്ല. അത് നമുക്കൊരു ക്ലാസ് ആയിട്ട് ആ ഒരു ചാപ്റ്റേഴ്സ് ക്ലാസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരകളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചാപ്റ്ററാണ് 10th ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ആ ചാപ്റ്റർ ഒരു 10-30 പേജോളം ഉണ്ട്. ആ ചാപ്റ്റർ നല്ല വൃത്തിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ ജോഗ്രഫിന്ന് ചോദിക്കുന്ന അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇപ്പൊ 25 ക്വസ്റ്റ്യൻസിൽ ഒരു 20ഓളം ക്വസ്റ്റ്യൻസും ആ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് ബേസ് ചെയ്ത് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വേറെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു തീർത്തില്ല, ആ ഒരു ചാപ്റ്റർ വൃത്തിക്ക് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. 10th ക്ലാസ്സിലെ ജോഗ്രഫിയിലെ 2ാമത്തെ മൊഡ്യൂളിൽ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നുള്ളതാണ് ചാപ്റ്റർ. അതിന്റെ PDF വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ആ വീഡിയോ ആ PDF ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു എന്ന് നമുക്ക് മനസ്സിലായല്ലേ. അത് ഏത് പർവ്വത നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ മൗണ്ട് കേറ്റു എന്ന് പറയുന്നത് ലോകത്തിലേക്ക് തന്നെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടിയാണ്. ആദ്യത്തെ കൊടുമുടി നമുക്കറിയാം മൗണ്ട് എവറസ്റ്റ് ആണെന്ന്. 2ാമത്തെ കൊടുമുടിയാണ്, ലോകത്തിലേക്ക് തന്നെ ഏറ്റവും ഉയരമുള്ള 2ാമത്തെ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു. അതിന്റെ ഉയരം എന്ന് പറയുന്നത് 8661 മീറ്റർ ആണ്. ഓക്കെ, ഇനി ഇത് ഏത് മലനിരകളാണെന്ന് ചോദിച്ചാൽ അത് കാരക്കോറം മലനിരകളിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. നോക്കാം നമുക്ക്. നോക്കിക്കേ, അതായത് നമ്മുടെ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നതിനെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആദ്യത്തേതാണ് ട്രാൻസ് ഹിമാലയം, അതിൽ വരുന്നതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഈ കഴിഞ്ഞ എല്ലാ LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ടേബിളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഒന്നുകിൽ ചിലപ്പോൾ തന്നിരിക്കുന്നത് ലഡാക്ക് ഏത് മലനിരകളാണ്, അല്ലെങ്കിൽ തന്നിരിക്കുന്നതിൽ കിഴക്കൻ മലനിരയിൽ ഉൾപ്പെടുന്നത് ഏത്, അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ഏത്, ഹിമാലയ നിരകളിൽ ഉൾപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബോക്സ് നിങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 90% നമുക്ക് അതിൽ നിന്ന് ചോദിക്കുന്ന 1 മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പൊ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയത്തിന്റെ ഭാഗമാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരകളാണ് പത്കായ്ബ, നാഗാ കുന്നുകൾ, ഗാസി ഗാരോ, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ. ഇനി നമുക്ക് ഇതൊക്കെ എവിടെയാണെന്നും കൂടി പഠിക്കാം. നോക്കിക്കേ ഉണ്ടോ, ഇതാണ് നമ്മുടെ ആദ്യത്തെ വരുന്ന ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന, ഇതാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്നതാണ്. ഇതാണ് കാരക്കോറം, ഇത് ലഡാക്ക്, ഇത് സസ്കർ എന്ന് പറയുന്നത്. ഇനി ഈ തന്നിരിക്കുന്നതാണ് എന്ത്? ഹിമാലയ നിരകളിൽ വരുന്ന ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറയുന്നത്. ഇനി ഇവിടെ വരുന്നതാണ് എന്ത്? കിഴക്കൻ മലനിരകളുടെ ഭാഗമായിട്ട് വരുന്ന പട്കായ്ബം, അതേപോലെ നാഗാ കുന്നുകൾ, മീസോ കുന്നുകൾ, കണ്ട ഗാസി ഗാരോ ജയന്തി, ഇതാണ് ഗാസി ഗാരോ ജയന്തിയ കുന്നുകൾ എന്നൊക്കെ പറയുന്നത് ഈ ഏരിയ ആണ്. ഇതാണ് നമ്മുടെ ഉത്തര പർവ്വത നിര എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ അല്ലെ. അപ്പൊ ഇവിടെ ഏതാണ്? അപ്പൊ ഇതിന്റെയൊക്കെ എവിടെയാണ് ഇതിന്റെ പൊസിഷൻ എന്ന് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതൊക്കെ നമുക്കൊരു ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പൊ ഉത്തരപർവ്വത മേഖല എന്ന് പറഞ്ഞാൽ ഈ മുകളിലത്തെ ഭാഗമാണെന്ന് മനസ്സിലായി. ഇതെന്താണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ ആണ്. ഇവിടെ എന്താണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ആണ്. ഇവിടെ വരുന്നതാണ് ഈ കിഴക്കൻ മലനിരയുടെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ,
നോക്കിക്കേ, ഇതേ കിടക്കുന്നു ട്രാൻസ് ഹിമാലയം, കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വത നിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിനോസിൻ 8661 മീറ്റർ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിലാണ്. കണ്ടോ, ഈ ഒരു പോയിന്റിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിനോസിൻ. 8661 മീറ്റർ ആണ് അതിന്റെ ഉയരം. അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കാരക്കോറം മലനിരകളിലാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ധാതുക്കളുടെ കലവറ. ഇത് നമുക്ക് തിരിഞ്ഞു പോകരുത്. ധാതുക്കളുടെ കലവറയുമുണ്ട്, ഇന്ത്യയുടെ ധാന്യപ്പുരയുമുണ്ട്, രണ്ടും കൂടി തിരിഞ്ഞു പോകരുത്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമേറിയതും അതേപോലെ ഏറ്റവും പഴക്കം ചെന്നതുമായ ഭൂപ്രകൃതി ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ദേ കിടക്കുന്നു നമ്മുടെ അതില്, നോക്കിക്കേ, അതായത് ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി പറയുന്നതാണ്. നോക്കിക്കേ, ഇതേ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറഞ്ഞ ആനമുടിയാണ്. 2695 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. ഇത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ദേ കിടക്കുന്നു, വിവിധ തരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയിൽ ഉള്ളതിനാൽ ഉപദ്വീപീയ പീഠഭൂമിയെ എന്തെന്നറിയപ്പെടുന്നു? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നു. അപ്പൊ ധാതുക്കളുടെ കലവറ എന്ന് പറയുന്നത് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. എങ്കിൽ ചോദിക്കട്ടെ, ഏതാണ് ഇന്ത്യയുടെ ധാന്യപ്പുര? അതേ കിടക്കുന്നു, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നാണ് ഏത്? വേണ്ട, ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയർവർഗ്ഗങ്ങൾ എന്നിങ്ങനെ ഉത്തരമഹാസമതലത്തിൽ കൃഷി ചെയ്യുന്ന വിളകൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് എന്താണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ധാന്യപ്പുര. അപ്പൊ ഇന്ത്യയുടെ ധാന്യപ്പുര ചോദിച്ചാൽ അത് ഉത്തരമഹാസമതലവും, ഇന്ത്യയുടെ ധാതുക്കളുടെ കലവറ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ഉപദ്വീപീയ പീഠഭൂമിയുമാണ്. രണ്ടും കൂടി കൺഫ്യൂഷൻ ആയിട്ട് തിരിഞ്ഞു പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ ചേർത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദി ഏത്? കാവേരി നദി നമുക്കറിയാം, കബനി, ഭവാനി, പാമ്പാർ എന്നിവ മൂന്നും നമ്മുടെ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് അല്ലെ. ഈ കിഴക്കോട്ടൊഴുകുന്ന ഈ നദികളിൽ ഏതാണ്? ഇവ മൂന്നും കാവേരി നദിയുടെ പോഷക നദികളാണ്. അപ്പൊ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാറ്. അതേപോലെ മറ്റൊന്നാണ് അമരാവതി. പിന്നെ ഉള്ളത് ഏതാണ്? അർക്കാവതി എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്? ഈ കാവേരി നദിയുടെ പോഷക നദികളാണ്. ഈ അർക്കാവതിയാണ് ബാംഗ്ലൂർ നഗരത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന ഈ അർക്കാവതി നദിയിൽ നിന്നാണ്. ഇനി നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് നോക്കാൻ നമുക്ക് കിടക്കുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതാണ് മഹാനദിയുടെ ഉത്ഭവം എന്ന് പറയുന്ന മൈക്കല നിരകളാണ്. അതിന്റെ പോഷക നദികളാണ് ഇബ്ബർട്ടെല്ല്, ഗോദാവരി. എവിടെയാണ്? പശ്ചിമഘട്ടത്തിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. അതിലെ പോഷക നദികളാണ് എന്താ? ഇന്ദ്രാവതിയും ശബരിയും. കിടക്കുന്നു ഇന്ദ്രാവതി, ശബരി. അപ്പൊ ഇന്ദ്രാവതി, ശബരിയും ഏതിൻ്റെതാണ്? അത് ഗോദാവരി നദിയുടെ പോഷക നദികളാണ്. നെക്സ്റ്റ് നോക്കിക്കേ, കൃഷ്ണന്റെ പോഷക നദികളാണ് ആര്? ഭീമ, തുംഗഭദ്ര. ഭീമയും തുംഗഭദ്രയും എന്തിൻ്റെതാണ്? കൃഷ്ണയുടേതാണ്. അതേ കിടക്കുന്നു ഭീമ ആരുടേതാണ്? അപ്പോൾ കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് ഭീമ എന്ന് പറയുന്നത്. കബനി, അമരാവതി കാവേരി നദിയുടെ, ഹിരൺ, ബഞ്ചൻ, നർമ്മദ, ആനർ, ഗിർന, താപ്തി. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ലാസ്റ്റ് LDക്ക് ചോദിച്ചതാണ് ആനാറും ഗിർണയും ഏത് നദിയുടെ പോഷക നദികളാണെന്നുള്ളത്. ആനാറും ഗിർണയും എവിടത്തേതാണ്? താപ്തി നദിയുടെ പോഷക നദികളാണ്. ഹിരണും ബഞ്ചനും നർമ്മദ, കബനി, അമരാവതി കാവേരിയാണ്. അതേപോലെ ഭീമയും തുംഗഭദ്രയും കൃഷ്ണയാണ്. ഇന്ദ്രാവതി, ശബരി, ഗോദാവരി, ഇബ്ബർട്ടെല്ല് മഹാനദി. ഇതെല്ലാം ഈ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യ പാകിസ്ഥാൻ ഏതാണ്? റാഡ്ക്ലിഫ് രേഖയാണ്. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ. ആരാണ് അതിനെ കണ്ടെത്തിയതല്ല, അത് വ്യക്തമാക്കിയത് ആരായിരുന്നു? സിറിൽ റാഡ്ക്ലിഫ് ആയിരുന്നു അതിന്റെ അതിർത്തി നിർണയിച്ചത് അല്ലെ. ഇനി മക്മോഹൻ എവിടെയാണ്? ഇന്ത്യ ചൈനയാണ് മക്മോഹൻ എന്ന് പറയുന്നത്. ആരാണ് അത്? ആ അതിർത്തി നിർണയിച്ചത് ആരാണ്? അത് ഹെൻറി മക്മോഹൻ ആണ്. ഇന്ത്യ ചൈനയുടെ അതിർത്തി രേഖ അറിയപ്പെടുന്ന മക്മോഹൻ രേഖ നിർണയിച്ചത്. ഡ്യൂറന്റ് രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖയാണ്. ആരാണത്? അത് മോർട്ടിമൻ ഡ്യൂറന്റ് ആണ്. അതേപോലെ മറ്റുണ്ട് ഇന്ത്യയും മാലിദ്വീപും ഏതാണ്? 8 ഡിഗ്രി ചാനലാണ്. അതേപോലെ ഇന്ത്യയും ഇന്തോനേഷ്യയും ഉണ്ട്. അതേതാണ്? 6 ഡിഗ്രി ചാനലാണ്. ഓക്കെ. അതേപോലെ ഇന്ത്യയും ശ്രീലങ്കയും ഉണ്ട്. ശ്രീലങ്ക ഏതാണ്? അത് പാക് കടലിടുക്കാണ്. ഇത്രയുമാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ. എങ്കിൽ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. സെക്കൻഡ് പ്ലേസ് ആണ്, ഇത് പുതിയ കണക്ക് പ്രകാരമാണ്. സെക്കൻഡ് പ്ലേസ് ഏതിന് വരും? അത് ആന്ധ്രാപ്രദേശിന് വരും. ഓക്കെ, അതേപോലെ ദക്ഷിണേന്ത്യയിൽ കടൽ തീരം ഇല്ലാത്തൊരു സംസ്ഥാനമുണ്ട്, അത് ഏതാണ്? അത് തെലുങ്കാനയാണ്. ദക്ഷിണേന്ത്യയിൽ കടൽ തീരം ഇല്ലാത്ത സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് തെലുങ്കാനയാണ്. നമുക്കറിയാം കടൽ തീരമുള്ള 9 എണ്ണമാണ് നമുക്കുള്ളത്. ഫസ്റ്റത്തെ ഏതാണ്? ഗുജറാത്ത്. ഓക്കെ, അതേപോലെ മഹാരാഷ്ട്ര, ഗുജറാത്ത് കഴിഞ്ഞാൽ ഇത് മഹാരാഷ്ട്ര. ഇവിടെ എന്താണ്? ഗോവ. പിന്നെ ഏതാണ്? കർണാടക. പിന്നെ വരുന്നത് കേരളം. ഇനി ഇവിടെ ഏത് വരും? തമിഴ്നാട്. ഇത് വരുന്നത് ആന്ധ്ര. ഇതേതാണ്? ഒഡീഷ. പിന്നെയുള്ളത് വെസ്റ്റ് ബംഗാൾ. ഇങ്ങനെ 9 എണ്ണത്തിനാണ് എന്ത് വരുന്നത്? കടൽ തീരം വരുന്നത്. ഓക്കെ, ഇതിൽ നമ്മളോട് ചോദിക്കാറുണ്ട് അറബിക്കടലുമായി അറബിക്കടലുമായിട്ട് യോജിച്ച് കിടക്കുന്ന ഏത് എനിക്ക് ചോദിച്ചാൽ നമുക്ക് അറിയണം. ഇത് ഇത്രയും ഉണ്ട്, കൂടുതൽ തമിഴ്നാടുമുണ്ട്. അറബിക്കടലുമായിട്ടും ബംഗാൾ ഉൾക്കടലുമായിട്ടും എന്താണ് അതിർത്തിയുള്ളത്? ഏതിനാണ്? അത് തമിഴ്നാടിനാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? 9 എണ്ണം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഈ ഒരു നമുക്ക് എന്താണ് ആ ഒരു മാപ്പ് മനസ്സിലുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ ജോഗ്രഫിയുടെ പോർഷനിൽ കുറേയൊക്കെ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത്. 2695 മീറ്റർ ഉയരം. അതായത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആനമല, ഏലമല, പളനിമല എന്നീ 3 എണ്ണം സംഗമിക്കുന്നത് ഏതൊക്കെയാണ്? ആനമല, ഏലമല, പളനിമല. ഇത് 3 സംഗമിക്കുന്ന എവിടെയാണ്? ആനമുടിയിലാണ്. കണ്ടോ, ആനമുടി ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. 2695 ഇത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞമാണ്. പക്ഷെ ഇതിന് എന്തുണ്ട്? മാറ്റം വരാൻ പോകുന്നുണ്ട്. കാര്യം വധ്വാൻ തുറമുഖം പുതിയതാണ്. മഹാരാഷ്ട്രയിലാണ് വധ്വാൻ തുറമുഖം. എന്ത് വരുന്നുണ്ട്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖത്തിന് നമ്മുടെ പ്രധാനമന്ത്രി മോദി തറക്കല്ലിട്ടുണ്ട്. കണ്ടോ, ഓഗസ്റ്റ് 30 ന്യൂസ് ആയി തന്നിരിക്കുന്നത്. വധ്വാൻ തുറമുഖം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്തത്. നോക്കിക്കേ, ഇതല്ലേ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്? ഈ മുകളിലത്തെ സ്ഥലമായിരിക്കും. ഇവിടെ നോക്കിക്കേ, ത്രിപുര. നമുക്ക് വേറെ ഒന്നും അതെല്ലാം അറിഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ത്രിപുരയൊക്കെ ഏകദേശം ഇവിടെ ആയിട്ട് വരും. അപ്പൊ ത്രിപുര വരാം, ഉത്തരാഖണ്ഡ് വരാം. ഇനി നോക്കിക്കേ, ഗുജറാത്ത്. ഈ ഗുജറാത്ത് എന്ന് പറയുന്ന സാധനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗുജറാത്ത് എവിടെയായിരിക്കും? ഇന്ത്യയുടെ നമുക്കറിയാം ഈ ഒരു പ്രദേശത്തല്ലേ ഗുജറാത്ത് വരുന്നത്. അപ്പൊ ഗുജറാത്ത് എന്തായാലും വരില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്താണ്? ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഭാഗമല്ലാത്തത്. അപ്പൊ ഗുജറാത്ത് ഉറപ്പാണ്. സോ 3 ഉള്ളത് നോക്കുക. ഇവിടെ വേറെ ഒന്നിലും 3 ഇല്ല. സോ ആൻസർ വരേണ്ടത് 3 and 5 ഗുജറാത്തും അതേപോലെ മധ്യപ്രദേശുമാണ് തന്നിരിക്കുന്നവയിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണ്. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരു ശിഖർ. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ്. അല്ല, ഡൂൺ താഴ്വരകൾ എവിടെയാണ്? നമുക്കറിയാം ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിലായിട്ടാണ്. അതായത് മെയിനായിട്ട് നമ്മൾ സിവാലിക്ക് പഠിക്കുമ്പോഴാണ് എന്ത് പഠിക്കുന്നത്? ഡൂൺ താഴ്വരകൾ പഠിക്കുന്നത്. ഓക്കെ, ഡെറാഡൂൺ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നില്ലേ? അപ്പൊ എന്താണ്? ഡൂൺ താഴ്വരകൾ സിവാലിക്, അതായത് ഹിമാലയൻ നിരകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം. ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ തീരസമതലത്തെ നമ്മൾ എന്താക്കി തിരിക്കുന്നുണ്ട്? 2. ഒന്ന് പടിഞ്ഞാറൻ തീരസമതലം എന്നും പിന്നെ എന്താണ്? കിഴക്കൻ തീരസമതലം എന്നും 2 ആക്കി തിരിക്കുന്നുണ്ട്. ആദ്യം നോക്കിക്കേ, ഇതാണ് നമ്മുടെ തീരസമതലത്തെ വർഗീകരിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. ഇവിടെയാണ് എന്ത് വരുന്നത്? കിഴക്കൻ തീരസമതലം വരുന്നത്. ഈ പടിഞ്ഞാറൻ തീരസമതലമാണ് എന്തൊക്കെ അറിയപ്പെടുന്നത്? മലബാർ കോസ്റ്റ്, മലബാർ തീരമെന്നും കൊങ്കൺ തീരമെന്നും ഗുജറാത്ത് തീരമെന്നും അറിയപ്പെടുന്നു. കണ്ടോ, ഇവിടെ ഗുജറാത്ത് തീരമെന്നാണ്. അപ്പൊ കൊങ്കൺ, ഗുജറാത്ത്, മലബാർ എന്നൊക്കെ അറിയപ്പെടുന്ന എവിടെയാണ്? നമ്മുടെ പടിഞ്ഞാറൻ തീരസമുദ്രമാണ്. ഇനി കിഴക്കൻ തീരസമുദ്രമാണെങ്കിൽ കോറമാണ്ടൽ കോസ്റ്റ്, നോർത്തേൺ സിർക്കാസ് അതായത് വടക്കൻ സിർക്കാസ്, അതിൽ ഉത്കൽ പ്ലെയിൻ എന്നറിയപ്പെടും. നോക്കിക്കേ, അപ്പൊ ഇവിടെ ഏതാണ്? വടക്കൻ സിർക്കാസസ് ആണ് എന്ത് വരുന്നത്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്തത്. കണ്ട, മലബാർ തീരം, കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം, അത് 3 ഉൾപ്പെടുന്നതാണ്. പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്തത് വടക്കൻ സിർക്കാസസ്, അതേപോലെ കോറമാണ്ടലും അതേപോലെ ഉത്കൽ പ്ലെയിനും വരും.
ഈ ഒരു പോയിന്റ് പഠിച്ചു വെക്കുക ടെക്സ്റ്റ് ബുക്കിൽ. അതായത് നമ്മുടെ LGSന്റെ എക്സാംസിന് അതേപോലെ LDCയുടെ എക്സാംസിനൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട് ചോദിക്കുന്ന ഒരു ബോക്സ് ആയി തന്നിരിക്കുന്നത്. പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറഞ്ഞാൽ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. ഇവിടെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഇതിനെന്താണ്, താരതമ്യേന വീതി കുറവാണ്. കണ്ട, ഇതിനെ അപേക്ഷിച്ച് ഇതിന് വീതി കുറവാണ്. അപ്പൊ ഇപ്പുറത്ത് എന്തായിരിക്കും, ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ്. സുന്ദരവനം, അതായത് ഇവിടുത്തെ സുന്ദരവനം, വെസ്റ്റ് ബംഗാളിലെ സുന്ദരവനം, സുന്ദർബൻ ഡെൽറ്റ, സുന്ദരവനം മുതൽ എവിടെയാണ്, കന്യാകുമാരി വരെയാണ്, വീതി കൂടുതലാണ്. അതേപോലെ ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെയാണ് തിരിക്കുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്ന രണ്ടെണ്ണമാണ്, പിന്നെ ഒരു ഉൾക്കടൽപ്ലേനും കൂടി ഉണ്ടെന്നേ ഉള്ളൂ. കോറമാണ്ടൽ തീരസമതലവും അതേപോലെ വടക്കൻ സിർക്കാസസും. ഇനി കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്ന എവിടെയാണ്, നമ്മുടെ കേരളമൊക്കെ ഉൾപ്പെടുത്തല്ലേ കായലുകളുടെ നാടെന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ്, നമുക്കറിയാതെ പടിഞ്ഞാറാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ. ട്രാൻസ് ഹിമാലയ നമ്മൾ പഠിച്ചു. ട്രാൻസ് ഹിമാലയ എവിടെയാണ്, ട്രാൻസ് ഹിമാലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഗാസി കുന്നുകൾ എവിടെയാണ്, അത് കിഴക്കൻ മലനിരകളാണ് ഗാസി കുന്നുകൾ അല്ലെ. ഇനി ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞാൽ ഛോട്ടാ നാഗ്പൂർ ആണ്. ഹിമാലയം എവിടെയാണ്, പൂർവ്വഘട്ടമാണോ? പൂർവ്വഘട്ടം എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തെയാണ് പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ അതുമല്ല, അപ്പൊ ഇത് തെറ്റാണ്. കിഴക്കൻ മലനിരകൾ ആണോ? ലഡാക്ക് സസ്കർ എവിടെയാണ്, കണ്ട കാരക്കോറം ലഡാക്ക് സസ്കർ ഒക്കെ എവിടെയാണ്, അത് ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ്. സോ ഇവിടെ ശരിയായിട്ട് വരുന്നത് ഉപദ്വീപീയ പീഠഭൂമി നമ്മുടെ ഛോട്ടാ നാഗ്പൂർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായത്, അതായത് ഏറ്റവും വലിപ്പമുള്ളത് രാജസ്ഥാനാണ്, അത് കഴിഞ്ഞ് മധ്യപ്രദേശ്, അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര, പിന്നെ ഉത്തർപ്രദേശ് ആണ്. ഈ ഓർഡർ പഠിച്ചു വെക്കുക. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാന്യപുര. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഏതാണ്, ഉത്തര മഹാസമതലവും ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയുമാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നാണ് ഏത്, ഉത്തര മഹാസമതലത്തെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി, ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇത് കണ്ടോ, ഇതാണ് ഡെക്കാൻ പ്ലേറ്റു എന്ന് പറയുന്നത്. ഡെക്കാൻ പീഠഭൂമിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണ്, ട്രയാങ്കിൾ ഷേപ്പ് അല്ലേ ഏകദേശം, കണ്ടോ, ഇതിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഏകദേശം ഡെക്കാൻ പീഠഭൂമി കാണപ്പെടുന്നത്. അപ്പൊ ഡെക്കാൻ പീഠഭൂമി ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമി ഏതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് ഏതാണ്, ഡെക്കാൻ പീഠഭൂമിയാണ്. ലോകത്തിലേക്ക് തന്നെ ഏറ്റവും വലിയ പീഠഭൂമി എന്ന് പറഞ്ഞാലും അത് നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? സിയാച്ചിൻ, ഇന്ദിരാ കോൾ, റാൻ ഓഫ് കച്ച്, ഇന്ദിരാ പോയിന്റ്. നമുക്കറിയാം ഇതല്ലേ, ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത്. ഇത് നോർത്ത്, ഇത് സൗത്ത്. മുകളാണ് നോർത്ത് എന്ന് നമുക്കറിയാം. സിയാച്ചിനൊക്കെ നമുക്കറിയാം അത് മുകളിലാണ്. അപ്പൊ അതൊന്നുമല്ല. എല്ലാവർക്കും ഡൗട്ട് വരുന്നത് ഇന്ദിരാ പോയിന്റ് ആണോ ഇന്ദിരാ കോൾ ആണോ എന്നാണ്. റാൻ ഓഫ് കച്ച് നമുക്കറിയാം ഗുജറാത്തിലാണെന്ന്. ഈ കോള്, മഴക്കോളൊക്കെ വരുന്ന മുകളിൽ നിന്നല്ലേ. അപ്പൊ വടക്കേ അറ്റം എന്താണ്, ഇന്ദിരാ കോൾ ആണെന്ന് ഓർത്താൽ മതി. അപ്പൊ തെക്കേ അറ്റം ഏതായിരിക്കും? ഓപ്ഷൻ സി, ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. പാലക്കാട് ജില്ല ദേശീയോദ്യാനം എന്ന് കാണുമ്പോഴേ നമുക്കറിയാം എന്താണ്, സൈലന്റ് വാലിയാണ്. ബാക്കി എല്ലാം എവിടെയാണ്, ഇടുക്കി ജില്ലയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപ്പുഞ്ചി എവിടെയാണ്? മേഘാലയയിലാണ് ചിറാപ്പുഞ്ചി ഉള്ളത്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്നത്? നർമ്മദയും താപ്തിയുമാണ് പടിഞ്ഞാറോട്ടൊഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്ന ഏതൊക്കെയാണ്? മഹാനദി കിഴക്കോട്ടാണ്, ഗോദാവരി കിഴക്കോട്ടാണ്, അതേപോലെ കൃഷ്ണ, കാവേരി. ഇത്രയും എന്താണ്, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരിക്ക് കിഴക്കോട്ട് ഒഴുകുന്നതാണ്. നർമ്മദയും താപ്തിയുമാണ് എന്ത്, പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. സോ ഓപ്ഷൻ ബി 2 മാത്രമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നമുക്കറിയാം ഇവിടെ ഇങ്ങനെ വിന്ധ്യാ പർവ്വതമുണ്ട്, ഇവിടെ എന്തുണ്ട്, ഒരു നദിയുണ്ട്, ഇവിടെ സത്പുരയുണ്ട് അല്ലെ. വിന്ധ്യ, ഇതാണ് വിന്ധ്യ, ഇതാണ് സത്പുര, ഇവിടെയുള്ളതാണ് നർമ്മദ, ഇതാണ് താപ്തി. നമ്മൾ പറയുന്ന അങ്ങനെ തന്നെയല്ലേ, വിന്ധ്യ സത്പുര പറയുമ്പോൾ ആ ഒരു ഓർഡർ അങ്ങനെയല്ലേ, അല്ലാണ്ട് സത്പുര വിദ്യ എന്നല്ല നമ്മൾ പറയുന്നത്, വിന്ധ്യ സത്പുര നർമ്മദ താപ്തി. അപ്പൊ ആ ഓർഡറിൽ തന്നെ അങ്ങ് ഓർത്താൽ മതി. അപ്പൊ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് നർമ്മദ നദിയാണ്. ഓക്കെ, അപ്പൊ സത്പുരയുടെ തെക്ക് ഭാഗത്തൂടി ഒഴുകുന്ന നദി ഏതാണ്? താപ്തിയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? അറബിക്കടലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതൊക്കെയാണ് അറബിക്കടൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗുജറാത്ത് ഉണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ഗോവയുണ്ട്, കർണാടകയുണ്ട്, കേരളമുണ്ട്, അതേപോലെ തമിഴ്നാടിന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ബംഗാൾ ഉൾക്കടലാണെങ്കിലോ തമിഴ്നാടുണ്ട്, അതേപോലെ ആന്ധ്രയുണ്ട്, ഒഡീഷയുണ്ട്. ഇവിടെ ഏതാണ് നോക്കുക? ആന്ധ്രാപ്രദേശ്. സോ
അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ആന്ധ്രാപ്രദേശാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? 8°4' വടക്ക്, 37°6' വടക്കുമാണ്. കണ്ടോ, ഇത് രണ്ടും തന്നിരിക്കുന്ന ഒരേ സാധനം തന്നെ, പക്ഷെ വടക്കും കിഴക്കും തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ വടക്കാണ് നോർത്ത് വെക്കുക. ഇതെന്താണ്? ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തിയാണ്. 68°7' കിഴക്കും 97°25' കിഴക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായവ കണ്ടെത്താൻ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്താണ്? ഹോക്കിയാണ്. ശരിയാണ്. ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി എന്ന് പറഞ്ഞാൽ ആനയാണ്. ദേശീയ ഗീതം ജനഗണമന. ദേശീയ ഗീതമല്ലല്ലോ ജനഗണമന, ദേശീയ ഗാനമാണ് ജനഗണമന അല്ലെ. ദേശീയ ഗീതം ഏതാണ്? അത് വന്ദേ മാതരമാണ്. സോ ഇവിടെ ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ദേശീയ ഗാനമാണ് ജനഗണമന എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹിമാലയൻ പർവ്വത നിരയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താൻ. ശരിയായതാണ് നമുക്ക് വേണ്ടത്. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര എന്ന് പറയുന്നത് ഹിമാദ്രിയാണ്. നമുക്കറിയാം ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഈ ഓർഡറിലാണ് ആ ഹൈറ്റും പോകുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് എവറസ്റ്റ് എവിടെയാണ്? ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു ആണോ? അല്ല. മൗണ്ട് എവറസ്റ്റ് എവിടെയാണ്? അത് നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അത് തെറ്റാണ്. നമുക്ക് വേണ്ടത് ശരിയായതാണ്. സോ ഒന്നുള്ളത് ആദ്യം നോക്കുക. ഒന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഇതുമല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഒന്നുകിൽ 1ഉം 2 അല്ലെങ്കിൽ 1ഉം 3ഉം. 1ഉം 2ഉമല്ല. അപ്പൊ ആൻസർ ഏതാണ്? 1ഉം 3ഉമാണ്. മൂന്നാമത്തെ പ്രസ്താവന വായിച്ചു നോക്കിക്കേ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു അല്ലെ. ഹിമാലയൻ നദികൾ നമ്മൾ എങ്ങനെയാ പഠിക്കുന്നത്? ബിഗ് നമ്മൾ കോഡ് വെച്ച് പഠിക്കാറുണ്ട്. ബ്രഹ്മപുത്ര, ഇൻഡസ് എന്ന് പറഞ്ഞാൽ സിന്ധു, പിന്നെ എന്താണ്? ഗംഗ. അപ്പൊ ഇവിടെ തെറ്റായിട്ട് വരുന്നത് അപ്പൊ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് എവിടെയാണ്? നേപ്പാളിലാണ്. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത്. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. 7ആണോ? അല്ല. എത്രയാണ്? 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തിയല്ല, കര അതിർത്തി പങ്കിടുന്നത് ചോദിച്ചാൽ അത് 7ആണ്. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണ്. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നുണ്ട്. ശരിയാണ്. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരമാണ് അതിർത്തി പങ്കിടുന്നത്. സോ ഓപ്ഷൻ ബി 2, 3ഉമാണ് ഇവിടെ നമുക്ക് വേണ്ടത്. ശരിയായതാണ്. 2, 3ഉമാണ് ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും എന്താണ്? പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. ശരിയാണ് അല്ലെ. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെടുന്നതാണ് കോറമാൻഡൽ തീരം എന്ന് പറയുന്നത്. ആണോ? അല്ല. അത് കിഴക്കൻ തീരസമതലമാണ്. സുന്ദരവനം പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. ഇതും ശരിയാണ്. സോ ഇവിടെ തെറ്റായത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി 2 മാത്രമാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്താൻ. അയോധ്യ സരയൂ നദീതീരത്താണ്. അഹമ്മദാബാദും ഗാന്ധിനഗറും സബർമതിയുടെ തീരത്താണ്. കൊൽക്കത്തയും ഹൗറയും ഹൂഗ്ലിയുടെ തീരത്താണ്. അപ്പൊ ഇതെന്താണ്? എല്ലാം ശരിയാണ്. സോ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഏത്? ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി എന്താണ് വേണ്ടത്? ഉൾപ്പെടാത്തത് നമുക്കറിയാം. നർമ്മദ, താപ്തി, അതേപോലെ മഹാനദി, കാവേരി, കൃഷ്ണ, ഗോദാവരി എല്ലാം ഉപദ്വീപീയ നദികളാണ്. അപ്പൊ ഉൾപ്പെടാത്ത നദി ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ലൂണിയാണ്. ലൂണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? റിഗർ മണ്ണ് ഏതാണ്? നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. കറുത്ത മണ്ണ്, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതാണ് എന്ത്? നമ്മുടെ റിഗർ മണ്ണ് അഥവാ കറുത്ത മണ്ണ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻ റാം ഏത് സംസ്ഥാനത്തിലാണ്? എവിടെയാണ് മൗസിൻ റാം? അത് മേഘാലയയിലാണ്. നമ്മുടെ ചിറാപുഞ്ചി, മൗസിൻ റാം ഇതൊക്കെയാണ് മഴ കൂടുതൽ ലഭിക്കുന്ന സ്ഥലങ്ങൾ. അതെല്ലാം എവിടെയാണ്? മേഘാലയയിലാണ്. ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം അത് സെപ്റ്റംബർ 16-നാണ് ലോക ഓസോൺ ദിനം. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഏത്? മണികരൻ ആണ് ഇന്ത്യയിലെ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഏത്? മണികരൻ.
ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം, ജനസാന്ദ്രതയാണ് ചോദിച്ചിരിക്കുന്നത്. ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോമീറ്ററിനുള്ളിൽ എത്ര ആൾക്കാർ വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും കുറവ് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശാണ്. അതായത് 1 കിലോമീറ്ററിനുള്ളിൽ ഏകദേശം 17 ആൾക്കാരാണ് നമ്മുടെ 2011 സെൻസസ് പ്രകാരം എന്തുള്ളത്? അരുണാചൽ പ്രദേശിലുള്ളത്. എങ്കിൽ ചോദിക്കട്ടെ, ജനസാന്ദ്രത കൂടിയത് ചോദിച്ചാൽ ഏതാണ്? ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടിയത്. രണ്ടാമത് മഹാരാഷ്ട്ര വരും, മൂന്നാമത് ബീഹാർ വരും. നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 13ാം സ്ഥാനമാണ് എന്തിന്? കേരളത്തിനുള്ളത്. ഓക്കെ, ഇനി ശ്രീനഗർ ഇനി ഇപ്പൊ ചോദിക്കാം ഏറ്റവും ഇത് കുറവുള്ളതും കൂടുതലുള്ളത്. അത് നമുക്ക് വരുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ജനസംഖ്യ കൂടുതലുള്ളത്, ഇത് സാന്ദ്രതയാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം, കാര്യം വ്യത്യാസമുണ്ട്. ജനസാന്ദ്രത കുറവുള്ളതെന്ന് ചോദിക്കും, ജനസംഖ്യ കുറവാണെങ്കിൽ അത് വ്യത്യാസമുണ്ട്. ഇത് ജനസാന്ദ്രതയാണ്, അതായത് 1 കിലോമീറ്ററിനുള്ളിൽ എത്ര ആൾക്കാർ വസിക്കുന്നു എന്നുള്ളതാണ്. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണേത്? ശ്രീനഗർ കാർഗിൽ ആണെങ്കിൽ അത് സോജില ചുരമാണ്. ഷിപ്കില എവിടെ നിന്നാണ്? ഷിപ്കില ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഷിപ്കില എന്ന് പറയുന്നത്. നാദുല എവിടെയാണ്? നാദുല സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ് നാദുല. ലിപുല അല്ലെങ്കിൽ ലിപുലേഖ് ചുരം എന്ന് പറയും, അത് എവിടെയാണ്? നമ്മുടെ ഉത്തരാഖണ്ഡിനെ എങ്ങോട്ട്? ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ് എന്ത് പറയുന്നത്? ലിപുലേഖ് ചുരം എന്ന് പറയുന്നത്. അപ്പൊ ഷിപ്കിലയാണെങ്കിൽ ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ടും ശ്രീനഗറിനെ കാർഗിലുമായിട്ട് ബന്ധിപ്പിക്കുന്നത് സോജില ചുരവും, സിക്കിമിനെ ടിബറ്റുമായിട്ട് നാദുല ചുരവും, ലിപുല ചുരം എവിടെയാണ്? ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമാണേത്? ജൂൺ ടു നവംബർ ആണെങ്കിൽ അത് ഏതാണ്? ഖാരിഫ് ആണ്, ജൂൺ ടു നവംബർ. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ, സാദിയ ടു ദുബ്രി ഏതാണ്? നാഷണൽ വാട്ടർവേ 2 ആണ് സാദിയ ദുബ്രി. അഹമ്മദാബാദ് ഹാൽദി ആണ് ഏത്? നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത് അഹമ്മദാബാദ് ഹാൽദി ആണ്. വിന്ധ്യാപർവം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗമാണേത്? നമ്മുടെ ഡെക്കാൻ പീഠഭൂമി. നമുക്കറിയാം ഇന്ത്യയുടെ ഇങ്ങനെ വരും, ഇവിടെയാണ് വിന്ധ്യാപർവ്വതം വരുന്നത്. അവിടെ നിന്ന് ഏകദേശം തെക്കേ അറ്റം വരെ ഇങ്ങനെ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നതാണ് എന്ത്? ഡെക്കാൻ പീഠഭൂമി. അപ്പൊ ചോദിക്കാറുണ്ട്, ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമിയാണ് ഏത്? ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും ശരിയായ പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്, പാരമ്പര്യമായിട്ട് നമുക്കറിയാം കൽക്കരി, പെട്രോളിയം, അതൊക്കെ പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. പാരമ്പര്യ ഇതരമാണ്, അതായത് സൗരോർജം, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജം, ഇതെല്ലാം എന്താണ്? പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സാണ്. തിരമാല, കാറ്റ്, സൗരോർജം, ഇതൊക്കെയാണ് പാരമ്പര്യ ഇതരമായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്താൻ. ഏതൊക്കെയുണ്ട്? നമുക്കറിയാം ചൈന ഇന്ത്യയുമായി അതിർത്തി പങ്കുവയ്ക്കുന്നതാണ്. നേപ്പാൾ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്. സോ ഇതിന്റെ ആൻസർ വരേണ്ടത് ഇവയെല്ലാമാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? അതില് ഇവിടെ എഴുതി കാണിക്കാം. ഏതൊക്കെ വരും? അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, അതേപോലെ ചൈനയുണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, പിന്നെ ഏതൊക്കെയാണ്? മ്യാൻമർ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ. ഇതൊക്കെയാണ് എന്ത്? 1 2 3 4 5 6 7 ഈ 7 എണ്ണമാണ് എന്ത്? ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്നത്. ഇനി നമ്മളോട് ചോദിക്കാറുണ്ട്, കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ദൂരം കര അതിർത്തി പങ്കിടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ബംഗ്ലാദേശിനാണ്. എങ്കിൽ ഏറ്റവും കുറവ് ചോദിച്ചു കഴിഞ്ഞാലോ? അത് അഫ്ഗാനിസ്ഥാനാണ്. ഏകദേശം 107 കിലോമീറ്ററോളം ഉള്ളൂ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ അതിർത്തി എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ ബംഗ്ലാദേശും, കുറവ് ചോദിച്ചാൽ എന്താണ്? അഫ്ഗാനിസ്ഥാനുമാണ്. എങ്കിൽ ചോദിക്കും, കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചോദിക്കാറുണ്ട്. കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലുത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയാണ്. അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറുത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഭൂട്ടാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. എവിടെയാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്? അത് നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മണിക്കരനല്ല, ഇത് മണിക്കരൻ ആണ്. മണികരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എവിടെയാണത്? ഹിമാചൽ പ്രദേശിലാണ് മണികരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഉത്തര മഹാസമതലമാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപം മൂലം രൂപം കൊണ്ടത്.
ഇന്ത്യയുടെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ആണ് എന്ത്? ടിസ്കോ എന്ന് പറയും, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഓക്കെ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഏത്? നമുക്കറിയാം ഉത്തരായന രേഖ. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഏതാണ്? 23.5 നോർത്ത് ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയ പാതയാണ് ഏത്? നാഷണൽ ഹൈവേ 44 എന്ന് പറയുന്നത്. അത് എവിടെ മുതലാണ്? നമ്മുടെ ശ്രീനഗർ ടു കന്യാകുമാരി, ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ നാഷണൽ ഹൈവേ 44 എന്ന് പറയുന്നത്. ഏകദേശം 3745 കിലോമീറ്ററോളമാണ് ഈ നാഷണൽ ഹൈവേ 44 എന്ന് പറയുന്നത്. മുംബൈയെയും ബാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്ത് കൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ഏതാണ്? അത് കൊങ്കൺ റെയിൽവേ ആണ്. മുംബൈ ടു ബാംഗ്ലൂരിനെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്ത് കൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽ ശൃംഖല എന്ന് പറയുന്നത്. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കളാണ് എന്താ? നമ്മൾ പഠിക്കുന്നുണ്ട് സിയാൽ. സിയാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിലിക്കയും അതേപോലെ അലൂമിനിയവും. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. താഴെ തന്നിരിക്കുന്നവയിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് ഏത്? അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉദാഹരണമല്ലാത്തതാണ് ഏത്? ബസാൾട്ട്. ബസാൾട്ട്. ബസാൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ബസാൾട്ട് എന്ന് പറയുന്നത് ഒരു ആഗ്നേയ ശിലയാണ് ബസാൾട്ട്. ഓക്കെ അല്ലേ? ഇനി എന്താണ്? ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്ന്. ഓക്കെ, എന്നാണ്? അത് ഡിസംബർ 5 ഐക്യരാഷ്ട്ര ലോക മണ്ണ് ദിനം എന്ന് പറയുന്നത്. ഇത് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു. അപ്പൊ എന്നാണ് ലോക മണ്ണ് ദിനം? അത് ഡിസംബർ 5. താഴെ തന്നിരിക്കുന്നവയിൽ മടക്കു പർവ്വത നിരയ്ക്ക് ഉദാഹരണം ഏത്? മടക്കു പർവ്വത നിര എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ ആ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പുതിയ വന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഫാക്ട്സ് ആണ്. എന്താണ് മടക്കു പർവ്വതമെന്നും എന്തൊക്കെയാണ് അതിന് ഉദാഹരണങ്ങളെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മടക്കു പർവ്വത നിരയ്ക്ക് ഉദാഹരണങ്ങളാണ് ഇവിടെ ഏതാണ്? ബിയും സിയും. അതായത് അറ്റ്ലസ് പർവ്വതവും ആൽപ്സ് പർവ്വതവും എന്താണ്? മടക്കു പർവ്വത നിരയ്ക്ക് ഉദാഹരണമാണ്. ആൻസർ ബി ആൻഡ് സി ആണ്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത്? മലവെള്ളപ്പാച്ചിൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം, ഏറ്റവും ജനസംഖ്യ കൂടുതൽ എവിടെയാണ്? യു പി ആണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടുതലുള്ളത്. ജനസംഖ്യ ഏറ്റവും കുറവാണ് ചോദിക്കുന്നതെങ്കിൽ അത് സിക്കിമാണ്. ജനസാന്ദ്രത കൂടുതൽ യു പിയും ജനസാന്ദ്രത കുറവ് അരുണാചൽ പ്രദേശുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്നതാണ് എന്ത്? നഗരം എന്ന് പറയുന്നത്. 1 ലക്ഷത്തിൽ താഴെയാണ് എങ്കിൽ അതെന്താണ്? പട്ടണമാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ശരത് കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം ഏത്? ശരത് കാലം അനുഭവപ്പെടുന്ന എവിടെയാണ്? സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ശരത് കാലം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. സെപ്റ്റംബർ ടു ഒക്ടോബർ ആണ് ശരത് കാലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ജില്ല ഏതാണ്? എവിടെയാണ്? നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന, ട്രാൻസ് ഹിമാലയം നമ്മൾ പഠിച്ചല്ലേ? കാരക്കോറം, ലഡാക്ക്, സസ്കർ. അപ്പൊ ഏതൊക്കെ വരും? ഇവിടെ എന്താ? ലഡാക്കും സിവാലിക്കും. ഇതല്ല. ഇനി കാരക്കോണം, നാഗാക്കുന്നുകൾ ഇതുമല്ല. പിന്നെ എന്താണ്? സസ്കർ, പട്കായിബം, നാഗാ ഹിൽസ് ഒക്കെ എവിടെയാണ്? അതൊക്കെ കിഴക്കൻ പൂർവാചൽ കിഴക്കൻ മലനിരകളിലാണ്. അതേപോലെ ലഡാക്കും സസ്കർ, കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവയാണ് എന്തിൽ വരുന്നത്? ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഹിമാലയ പർവ്വതത്തിന്റെ തെക്ക് ഭാഗമാണ് എന്ത്? സിവാലിക് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഹിമാചൽ, ഹിമാദ്രി, സിവാലിക് ഇങ്ങനെ 3 ആയിട്ടാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ നമുക്ക് മുകളിൽ നോർത്തും താഴെ സൗത്തും ആണ്. ഇതാണ് ഹിമാചൽ, ഇത് ഹിമാദ്രി, ഇതെന്താണ്? സിവാലിക്. അപ്പൊ ഏറ്റവും തെക്കേറ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സിവാലിക് ആണ്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? നമ്മുടെ വിഴിഞ്ഞമാണ് തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ളത് സ്ഥാപിക്കപ്പെട്ടത്. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം, അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാൾ. നമുക്കറിയാം ഇന്ത്യ പശ്ചിമ ബംഗാൾ ഇങ്ങനെ അല്ലെ? നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു കൈ പോലെ വരുന്ന സ്ഥലത്തല്ലേ പശ്ചിമ ബംഗാൾ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ വെസ്റ്റ് ബംഗാളും ബംഗ്ലാദേശ് ഉള്ളത്. അപ്പൊ അതുമായിട്ടാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ഏതാണ്? പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടിയ നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്നത്. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏത്? ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരമാണ് ഏത്? നാഗ്പൂർ എന്ന് പറയുന്നത്.
നാഗ്പൂർ എന്തുകൊണ്ടാണ് കേന്ദ്രഭാഗമായി? നമുക്കറിയാം നാഗ്പൂർ എന്ന് പറയുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് നാഗ്പൂർ സ്ഥിതി ചെയ്യുന്നത്. അതായത് കറക്റ്റ് ഇന്ത്യയുടെ ഏകദേശം സെന്ററിലായിട്ടാണ് എന്ത് വരുന്നത്? നമ്മുടെ നാഗ്പൂർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കാവേരി നദിയാണ് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകളേവ? നമുക്ക് വേണ്ടത് ശരിയാണ്. പുതിയ എക്കൽ നിക്ഷേപങ്ങളെയാണ് ഖാദർ എന്ന് പറയുന്നത്. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമുക്കറിയാം പുതിയതിനെ ഖാദർ എന്നും പഴയതിനെ പഴയ എക്കൽ മണ്ണിനെ ബങ്കർ എന്നും പറയുന്നു. കറുത്ത മണ്ണിനെയാണ് റിഗർ എന്ന് വിളിക്കുന്നത്. നമ്മൾ കുറച്ചു മുമ്പ് ആ ക്വസ്റ്റ്യൻ കണ്ടതാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണാണ് എന്ത്? റിഗർ മണ്ണെന്ന് അറിയപ്പെടുന്നത്. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുന്നതിനുള്ള കഴിവ് കുറവാണ്. തെറ്റാണ്, കൂടുതലാണ്. എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ്, അതും തെറ്റല്ലേ? അപ്പൊ ഇവിടെ നമുക്കറിയാം ഒന്ന് ശരിയാണെന്ന് അറിയാം, ഒന്നും രണ്ടുമാണ് ഇവിടെ ശരി. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഏത്? ആന്ധ്രാപ്രദേശ്. ഏതൊക്കെയാണ്? വിശാഖപട്ടണം, അമരാവതി, കർണാല്. വിശാഖപട്ടണമാണ് അതിന്റെ എക്സിക്യൂട്ടീവ് തലസ്ഥാനമെന്നും അമരാവതി നിയമനിർമ്മാണ തലസ്ഥാനമെന്നും കർണാൽ എന്താണ്? ജുഡീഷ്യൽ തലസ്ഥാനമെന്നും പറയും. അപ്പൊ ഏതൊക്കെയാണ്? വിശാഖപട്ടണം, അമരാവതി, കർണാല്. അങ്ങനെ 3 തലസ്ഥാനങ്ങളുള്ളത് ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണിത്, ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാലാണ് ഇത് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പറയുന്നത്. പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ ആൻസർ ഗുജറാത്ത് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഏതാണ്? മഹാരാഷ്ട്രയാണ് 2ാം സ്ഥാനം. മഹാരാഷ്ട്രയ്ക്കും 1ാം സ്ഥാനത്താണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 71/2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023-24 എക്കണോമിക് സർവേ പ്രകാരം പരുത്തി കൃഷിയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗുജറാത്തും 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് മഹാരാഷ്ട്രയും 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് തെലങ്കാനയുമാണ്. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കണം. കാര്യം അത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഉണ്ടോ? കോട്ടൺ, ഇതാണ് അതിന്റെ എക്കണോമിക് സർവേയുടെ റിപ്പോർട്ടാണ്. കോട്ടന്റെ ഫസ്റ്റ് പ്ലേസിൽ നിൽക്കുന്ന ഏതാണ്? ഗുജറാത്താണ്. മഹാരാഷ്ട്രയാണ് 2ാം സ്ഥാനം. 3ാം സ്ഥാനം എന്തിനാണ്? തെലങ്കാനയ്ക്കാണ്. ജൂട്ട് കൃഷിയാണെങ്കിൽ ഏതിനാണ്? ഏറ്റവും കൂടുതലുള്ളത് വെസ്റ്റ് ബംഗാൾ. നമുക്കത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് 2ാം സ്ഥാനം ബീഹാർ. പക്ഷെ അത് തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ. ഇവിടെ 7.87, ഇവിടെ 0.99 ഉള്ളൂ. ഓക്കെ, അതേപോലെ ഇതും ഒന്ന് പഠിച്ചു വെക്കുക. റൈസ്, അരി ഏറ്റവും കൂടുതൽ എവിടെയാണ്? തെലങ്കാന. 2ാം സ്ഥാനം ഉത്തർപ്രദേശ്. 3ാം സ്ഥാനം വെസ്റ്റ് ബംഗാൾ. വീറ്റ്, ഗോതമ്പാണെങ്കിൽ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്. ചോളമാണെങ്കിൽ കർണാടക, ബീഹാർ, മധ്യപ്രദേശ്. ഏറ്റവും പുതിയ റിപ്പോർട്ടാണ്. ഇതിൽ നിന്നായിരിക്കും ഇനി ക്വസ്റ്റ്യൻസ് വരുന്നത്. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? ലൂ എന്ന് പറയുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ്. അത് ഏതാണ്? ഉഷ്ണകാലത്താണ്. ഓക്കെ, ദേശീയ ജലപാത 1 എവിടെയാണ്? ഹാൽഡിയ ടു അലഹബാദ്. സാദിയ ദുബ്രി ഏതാണ്? നാഷണൽ വാട്ടർവേ 2 സാദിയ ദുബ്രി എന്ന് പറയുന്നത്. ഹാൽദിയ അലഹബാദ് ആണ് നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത്. ഉപദ്വീപ് ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അത് ഇലപൊഴിയും കാടുകളാണ് ഉപദ്വീപ് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏതാ? തെറ്റായതാണ് നമുക്ക് വേണ്ടത്. തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്. കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ്. അപ്പൊ ഏതായിരിക്കും തെറ്റ്? നമ്മുടെ ഓപ്ഷൻ ഡി, പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണെന്നുള്ളതാണ് തെറ്റെന്ന് വരുന്നത്. ഓക്കെ, ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏത്? ഏതിനാണ് ഏറ്റവും വലിപ്പം കൂടിയത്? നമുക്കറിയാം ഡെക്കാൻ പീഠഭൂമിയാണ് ഏറ്റവും വലിപ്പം കൂടിയത്. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നത്. നമ്മുടെ വിന്ധ്യാപർവ്വതം മുതൽ തെക്കേ ഇന്ത്യയുടെ അറ്റം വരെ കാണപ്പെടുന്ന പീഠഭൂമി ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള വിള നമുക്കറിയാം. 1ാം സ്ഥാനം നെല്ലും 2ാം സ്ഥാനം ഏതിനാണ്? ഗോതമ്പാണ്. റാബി വിളയാണ്. ശരിയല്ലേ? 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ നമുക്ക് എവിടെയാണ്? തീരസമതലത്തിലുള്ളവർക്കാണ്. ഏത് തീരസമതലമാണത്? നമ്മുടെ കിഴക്കൻ തീരസമതലത്തിലാണ് എന്ത്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത്. തഞ്ചാവൂർ ഏത് നദീതീരത്താണ്? തഞ്ചാവൂർ നമുക്കറിയാം കാവേരി നദീതീരത്താണ് തഞ്ചാവൂർ. ലിപുലേഖ് ചുരം നമ്മൾ നേരത്തെ ചോദിച്ചു. ലിപുലേഖ് ചുരം എവിടെയാണ്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിപുലേഖ് ചുരം.
ചുവടെ തന്നിരിക്കുന്ന നദികൾ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയായിരിക്കും അറബിക്കടലിൽ പതിക്കുന്നത്? നമുക്കറിയാം സിന്ധു അറബിക്കടലിലാണ് പതിക്കുന്നത് അല്ലെ. നമ്മുടെ ഹിമാലയൻ നദികളായ 3 സിന്ധു മാത്രമാണ് അറബിക്കടലിൽ പതിക്കുന്നത്. ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിലാണ്. നർമ്മദ എവിടെയാണ്? അറബിക്കടലിൽ പതിക്കുന്നതാണ്. അതേപോലെ പെരിയാറും എന്താണ്? അറബിക്കടലിൽ പതിക്കുന്നതാണ്. മഹാനദി മാത്രമാണ് അറബിക്കടലിൽ അല്ലാത്തത്. മഹാനദി എവിടെയാണ്? നമ്മുടെ ബംഗാൾ ഉൾക്കടലിലാണ് മഹാനദി പതിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഏത് വരും? 1, 3, 4 എന്നുള്ളതാണ് ആൻസർ. 1, 3, 4 വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇന്ത്യയുടെ അക്ഷാംശം എത്രയാണ്? 8 ഡിഗ്രി 4 നോർത്ത്, 37 ഡിഗ്രി 6 നോർത്ത് ആണ്. കണ്ടോ? തിരിഞ്ഞു പോകരുത് ഇതൊന്നും. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ദ്രാസ് ആണ് ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ശീത മരുഭൂമിയാണ് ഏത്? ലഡാക്ക് ആണ് ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നത്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം? എവറസ്റ്റ് എവിടെയാണ്? നേപ്പാളിലാണ്. ദേശീയ ജലപാത 1 എവിടെയാണ്? അലഹബാദ് ടു ഹാൽഡി ആണ് 1 എന്ന് പറയുന്നത്. സാദിയ ദുബ്രി ഏതാണ്? 2 ആണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വരുന്നത്? നമ്മുടെ കർണാടകയിലാണ്. ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണുന്നത് ലിഗ്നൈറ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ജാരിയാണ് ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ നിന്നാണ്? ദിഗ്ബോയിലാണ് ഏറ്റവും ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന എന്തിനേക്കാണ്? റോഹ ടു മംഗലാപുരം. റോഹ മുതൽ മംഗലാപുരം വരെയാണ് കൊങ്കൺ റെയിൽവേ വരുന്നത്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ കിഴക്കൻ മലനിരകൾ ഉൾപ്പെടുന്നത്? പട്ഖായ്വം കിഴക്കൻ മലനിരയാണ്. മീസോ കുന്നുകളും ഗാരോ ഖാസി കുന്നുകളും കിഴക്കൻ മലനിരയാണ്. ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക എവിടെയാണ്? നമ്മുടെ ഹിമാലയൻ മലനിരകളും മറ്റേത് ട്രാൻസ് ഹിമാലയത്തിലുമാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി 1, 2, 4 ആണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. നമുക്കറിയാം ഇന്ത്യയുടെ ഒന്നെന്താണ്? പടിഞ്ഞാറൻ തീരസമതലമുണ്ട്, ഇത് കിഴക്കൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. അപ്പൊ ഇത് ശരിയാണ്. നമുക്ക് വേണ്ടത് ശരിയല്ലാത്തതാണ്. സോ നമുക്ക് നേരെ ശരിയായ ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇതാണ് ആൻസർ. ഡെൽറ്റ രൂപീകരണം കായലുകളും അഴിമുഖങ്ങളും കാണുന്നു. നമുക്കറിയാം നമ്മുടെ കായലുകളുടെ നാടെന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ കേരളം അല്ലേ. അപ്പൊ കായലുകളും അഴിമുഖങ്ങളും കാണുന്ന എവിടെയാണ്? നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലമാണ്. അപ്പൊ 3ഉം ശരിയാണെന്ന് മനസ്സിലായി. സോ ആൻസർ ഏതാണ് നമുക്ക് വേണ്ടത്? 3 അല്ലാത്തത് നോക്കുക. ഇവിടെ 3 ഉണ്ട്, നമുക്ക് ശരിയല്ലാത്തതല്ലേ വേണ്ടത്. സോ 2ഉം 4ഉം ആണ് ആൻസർ. ശരിയല്ലാത്തതാണ് വേണ്ടത്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, അതേപോലെ താരതമ്യേന വീതി കൂടുതൽ. ഇത് രണ്ടും ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ടതാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് അറബിക്കടലിലാണ് ദ്വീപസമൂഹമാണോ? അറബിക്കടലിലാണോ? അല്ല. ഇനി ഏകദേശം 200 ദ്വീപുകളാണ് ഉൾപ്പെടുന്നത്. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിന്റെ ആസ്ഥാനം. 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് ഏതാണ് വരേണ്ടത്? ഏകദേശം 200 ദ്വീപുകൾ. നമുക്ക് വേണ്ടത് ശരിയായതാണ്. ഇത് ശരിയാണ്, ഇതും ശരിയാണ്. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിന്റെ തലസ്ഥാനം. സോ ഓപ്ഷൻ ബി 2 and 3 ആണ് ശരിയായിട്ട് വരുന്നത്. താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? കിഴക്ക് തീരത്ത് ഏതൊക്കെയാണ്? നമുക്കറിയാം കാണ്ട്ല എവിടെയാണ്? ഗുജറാത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതല്ല. സോ ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്യാം. ഒന്നല്ല എന്ന് മനസ്സിലായി. ഇത് രണ്ടും കട്ട് ചെയ്യാം. നവശേവ അല്ല, അതുമല്ല. പിന്നെന്താണ്? പാരാദീപ്, ഒഡീഷ, ഹാൽദിയ. ഇത് രണ്ടുമാണ് എന്താ? ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി 3ഉം 4ഉം ആണ്. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര എന്ന് പറയുന്നത്? ഏത് നദിയുടേതാണ്? കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന. ശരിയല്ലാത്തത് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ. നമുക്കറിയാം ഇങ്ങനെ വന്നിട്ട് ഇവിടെ എന്താണ്? ബംഗാൾ ഉൾക്കടലുണ്ട്, ഇവിടെ എന്തുണ്ട്? പൂർവ്വഘട്ടമുണ്ട്. ശരിയല്ലാത്തതാണ് വേണ്ടത്. സോ ഇതെന്താണ്? ശരിയാണ്. താരതമ്യേന വീതി കുറവല്ല, വീതി കൂടുതലാണ്. വീതി കുറവ് എവിടെയാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിനാണ് വീതി കൂടുതൽ. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഇത് തെറ്റല്ലേ? ഇതും തെറ്റാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഇതൊക്കെ എന്താണ്? കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് വേണ്ടത് ശരിയല്ലാത്തതാണ്. സോ 2ഉം 3ഉം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി 2ഉം 3ഉം ആണ് ആൻസർ.
ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്? അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, അപരദന തീവ്രത കൂടുതൽ, അപരദന തീവ്രത കുറവ്, താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. ഒരിക്കലും 1ഉം 4ഉം ആൻസർ വരില്ല അല്ലെ. രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. 1ഉം 4ഉം വരില്ല. സോ ഇതങ്ങ് വെട്ടിക്കളയാം. 2ഉം 3ഉം വരില്ല. ഇതും അങ്ങ് വെട്ടിക്കളയാം അല്ലെ. ഒന്ന് അപരദന തീവ്രത കൂടുതൽ അല്ലെങ്കിൽ കുറവ്, രണ്ടും കൂടി ഒരിക്കലും ആൻസർ ആയിട്ട് വരില്ല. അപ്പൊ ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഈസിലി നമുക്ക് എന്താ, നമ്മുടെ ഓപ്ഷൻ എന്നുള്ളത് 2ലേക്ക് ചുരുങ്ങി, 4 ഓപ്ഷൻ എന്നുള്ളത് 2ലേക്ക് ചുരുങ്ങി. ഇനി നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിച്ചാൽ പോരെ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് അപരദന തീവ്രത കുറവും താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശവുമാണ്. അപ്പൊ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ എന്താണ് ഹിമാലയൻ നദികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്? നമ്മൾ കുറെ പഠിക്കാനുണ്ടല്ലേ നമുക്ക്. അപരദന തീവ്രത കൂടുതലാണ് എന്തിന്? ഹിമാലയൻ നദികൾക്ക്. അതേപോലെ തന്നെ അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമുണ്ട്, ഉയർന്ന ജലസേചന ശേഷിയുണ്ട്. ഇതൊക്കെ നമ്മുടെ പഴയ 10th ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ, ഈ ഫാക്ട്സ് എല്ലാം പറയുന്നത്. അത് തന്നെ നമ്മൾ 9th ടെക്സ്റ്റ് ബുക്കിലും അതേ കാര്യങ്ങൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിൻ്റെതാണ്? ഈ അപരദന തീവ്രത കുറവും താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം എന്നൊക്കെ പറയുന്നത് ഉപദ്വീപീയ നദികളുടെ പ്രത്യേകതകളാണ്. ഉപദ്വീപീയ നദികൾ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയെന്നാണ്. അതായത് നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴേക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ, അതേപോലെ പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം, പിന്നെയുള്ള ഈ തുറമുഖങ്ങളുടെ പൊസിഷൻ, അതേപോലെ തന്നെ ഈ ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ടും ഈ ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? നമുക്കറിയാം ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്താണ് ഏതൊക്കെ? നവശേവയും അതേപോലെ കാണ്ട്ല തുറമുഖവും. ഓപ്ഷൻ എ ആണ്. 1 and 2 ആണ്. താഴെ പറയുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നവ. ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ് ഏതൊക്കെ? കാരക്കോറം, ലഡാക്ക്, സസ്കർ. അപ്പൊ ഇവിടെ കാരക്കോറം ഉണ്ട്, സസ്കർ ഉണ്ട്. 1ഉം 3ഉം. ഓപ്ഷൻ ബി 1ഉം 3ഉമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? കബനി, ഭവാനി, പാമ്പ. എവിടെയാണ്? കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് ഏത്? സർവേ ഓഫ് ഇന്ത്യ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് അങ്ങനെയായിരുന്നു. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏത്? അതേതാണ്? സർവേ ഓഫ് ഇന്ത്യ. അതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ്. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ എന്ന് പറയുന്നത് പർവ്വത മിതശീതോഷ്ണ ചോല വനങ്ങളെയാണ് പ്രകൃതിയിലെ ബോൺസായി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനമാണ് ഏത്? നമ്മുടെ കുറിഞ്ഞിമല ദേശീയോദ്യാനം എന്ന് പറയും. കുറിഞ്ഞിമല. ഓക്കെ, അതായത് എന്താണ്? സസ്യത്തിന്റെ സംരക്ഷണാർത്ഥമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം എന്ന് പറയുന്നത് മേടം 1 ആണ്. മേടം 1 ആണ് ഞാറ്റുവേല എന്ന് പറയുന്നത്. അപ്പൊ മേടം 1. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഏത്? ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുന്നത്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരമാണ് ഏത്? നമ്മുടെ മുംബൈ ആണ് കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഏത്? അഫ്ഗാനിസ്ഥാൻ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് എന്ത്? കാൽബൈശാഖി. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹത്തിന്റെ പേരാണെന്ത്? ജസ്പ. ഉപദ്വീപീയ നദികൾ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗോദാവരിയാണ്. എന്ത് തന്നേടപ്പാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ചുവടെ തന്നിരിക്കുന്നത്. അതിൽ നോക്കിക്കേ, മാരുതി ഉദ്योग, അമൂല്, ഓയിൽ ഇന്ത്യ, റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇതിൽ നിന്ന് സഹകരണ വ്യവസായത്തിന് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത്? അമൂൽ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ മാത്രമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. സൂചനകൾ ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് എന്ത്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അല്ല, അത് ഏതാണ്? ടിസ്കോയാണ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. അതേപോലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സഹായത്തോടെ, റൂർക്കേല ഒഡീഷ, ജർമ്മനി, റുവോജ, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ റൂർക്കേല എന്താണ്? ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ ഇതും തെറ്റാണ്. സോ ഓപ്ഷൻ ഡി രണ്ടും ഇവിടെ ശരിയല്ല.
ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശിക വാദത്തിന്റെ പേര് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിന്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നു. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു. ഏതാണ് ആൻസർ? അത് ഓപ്ഷൻ ഡി, ലൂ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ലൂ. താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏതാണ്? ഉത്തരായന രേഖ മാത്രമാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നത് ഏതൊക്കെയാണ്? നമുക്കറിയാം പെരിയാർ അറബിക്കടലിലാണ്, താപ്തി എവിടെയാണ്? അറബിക്കടലിലാണ്. നമുക്കപ്പോ എവിടെയാണ്? ലൂണി മഹാനദി എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ഓക്കെ, അപ്പൊ 2, 3 മാത്രമാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖലയാണ് എവിടെയുള്ളത്? ന്യൂഡൽഹിയിലുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ന്യൂഡൽഹിയെയും വാരണാസിയും തമ്മിലാണ് ആദ്യത്തെ വന്ദേ ഭാരത് വന്നത്. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം, ഏറ്റവും അധികം എന്ന് വഹിക്കുമ്പോൾ ഏതാണ്? ബംഗ്ലാദേശ് ആണ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ ടു ദുബ്രി ഏതാണ്? ദേശീയ ജലപാത 2 ആണ്. ദേശീയ ജലപാതയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. അതേപോലെ കണ്ടോ തുറമുഖങ്ങൾ, ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് തന്നിരിക്കുന്നത്. നവശേവ, പാരാദീപ്, ഹാൽഡിയ, കണ്ട്ല. ഇവയിൽ നിന്നും പശ്ചിമ തീരം ഏതൊക്കെയാണ്? നവശേവയും കാണ്ട്ല തുറമുഖവും. സോ ഓപ്ഷൻ സി 1ഉം 4ഉമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യ പാകിസ്ഥാൻ ആണ് എന്ത്? റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത്. അല്ലെ, സിറിൽ റാഡ്ക്ലിഫ് ആണ്. ഇന്ത്യ ചൈനയാണ് എന്ത്? മക്മോഹൻ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ആണ് എന്ത്? ഡ്യൂറൻ ലൈൻ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ചോദിക്കാം സജീവ അഗ്നിപർവ്വതം ഏതാണ്? അത് ബാരൻ ദ്വീപാണ്. സമതലങ്ങളിൽ പുതിയതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെയാണ് എന്ത് പറയുന്നത്? ഖാദർ. പഴയ മണ്ണാണ് എന്ത്? ബങ്കർ. ധാതുക്കളുടെ കലവറയാണ് ഏത്? ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതു കലവറ. ധാന്യ കലവറയാണെങ്കിൽ ഏതാണത്? ഉത്തര മഹാസമുദ്രമാണ്. ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടമാണ് ഏത്? സൂര്യൻ. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോയാണ് നമ്മുടെ കൊച്ചിയിലുള്ളത്. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ഏത്? നമ്മുടെ ശ്രീഹരിക്കോട്ട. ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ദാമൻ. പടിഞ്ഞാറൻ തീരപ്രദേശത്താണ് എന്ത്? ദാമൻ വരുന്നത്. ഓക്കെ, തൂത്തുക്കുടി, മഹാബലിപുരം ഒക്കെ തമിഴ്നാടാണ്. അപ്പൊ നമുക്കറിയാം അത് കിഴക്കൻ തീരസമുദ്രമാണ്. വിശാഖപട്ടണവും അതേപോലെ തന്നെ കിഴക്കൻ തീരസമുദ്രമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയാണ് നമുക്ക് വേണ്ടത്. അമർഗണ്ഡ് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നർമ്മദാ നദി പടിഞ്ഞാറേട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. 2ഉം ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലഘട്ടത്താണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂണിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? ഇറ്റാനഗർ അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റലാണ് ഇറ്റാനഗർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2ാമത്തെ സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. 2ാമത്തത് ഏതാണ്? മഹാരാഷ്ട്ര. 1ാമത്തത് ഏതാണ്? ഉത്തർപ്രദേശ്. 2014 ജൂൺ മാസം 2-ാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനമാണ് ഏത്? തെലുങ്കാന. അതേപോലെ ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് ഒക്കെ ഒരേ വർഷമാണ് 2002 നിലവിൽ വന്നതാണ്. ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യമാണ് ഏത്? ബംഗ്ലാദേശ്. അപ്പൊ എന്താണ് ഈ അതിർത്തി, അതേപോലെ തന്നെ തുറമുഖങ്ങൾ, അതേപോലെ ഈ പശ്ചിമ തീരസമതലം, കിഴക്കൻ തീരസമതലങ്ങളുടെ വ്യത്യാസം, ഹിമാലയൻ നദികള്, അതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ റിപ്പീറ്റഡ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കുകളിൽ നിന്ന് ചോദിക്കുന്നുണ്ടെന്നുള്ളത്. നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ദിവസം 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ചാപ്റ്റേഴ്സ് തുടങ്ങാം. കാര്യം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ ആണത്. ഓക്കെ, അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്